ഇന്ത്യ മുഴുവനുമുള്ള അല്ലു അർജുന്റെ ആരാധകർ കാത്തിരുന്നത് പുഷ്പ 2ന്റെ റിലീസിനാണ്. അങ്ങനെ പുഷ്പ 2 തിയേറ്ററിൽ എത്തിയപ്പോൾ വലിയ പ്രതികരണമാണ്. ഫസ്റ്റ് ഡേ ഫാൻസിനൊക്കെ വലിയ ഇഷ്ടപ്പെട്ടു സിനിമ. കോടികൾ തന്നെ കളക്ഷൻ കിട്ടുമെന്ന അഭിപ്രായമൊക്കെ വരുന്നുണ്ട്. അതിനിടയിൽ നമ്മളൊരു അല്ലു അർജുന്റെ പുഷ്പ 2ന്റെ ലുക്കുമായിട്ട് വന്ന ഒരു വ്യക്തിയെ കാണുകയുണ്ടായി. ഒരു വലിയ അല്ലു അർജുൻ ഫാനാണെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി. പുഷ്പ കണ്ടിട്ട് തന്നെ ഈ ഒരു വേഷത്തിൽ പിടിച്ചാണ്. അതെ അതെ. സിനിമ കണ്ടോ? സിനിമ കണ്ടിട്ടില്ല, കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ ഇനി ഫസ്റ്റ് മുതൽ കാണണമെന്ന് വിചാരിച്ചു. സ്റ്റാർട്ടിങ്ങിൽ കാണണം എന്നാണ് ആഗ്രഹം. ഈ അല്ലു അർജുന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? എനിക്ക് കൃഷ്ണ ആര്യ, അത് മുതലാണ് ആ പുള്ളിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. എല്ലാ സിനിമകളും ഉണ്ട്. അതെ. എങ്ങനെയാണ് ഈ ഒരു വേഷത്തിലേക്ക് ഇറങ്ങാൻ തോന്നിയത്? എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അഭിനയിക്കണം എന്നാണ്. അതാണ് എന്റെ ഡ്രീം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ 7 വർഷമായിട്ട് നടക്കുന്നു അതിന്റെ പിന്നില്. അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പം അഭിനയമാണ് മെയിൻ. അതിന് ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇത് കാണുന്നത്. അപ്പൊ നമുക്ക് വലിയ വലിയ പ്ലാറ്റ്ഫോം കിട്ടിയില്ലെങ്കിലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. അല്ലു അർജുൻ കണ്ടിട്ടുണ്ടോ? അല്ലു അർജുൻ ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി സൂര്യ സാറെ ഫാനാണ്. ഞാൻ മുന്നേ അതിൽ കങ്കുവ ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അപ്പം ഇതൊരു പ്ലാറ്റ്ഫോം ആയിട്ട് കണ്ടിട്ട് ഒരു ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു വേഷം കെട്ടി വന്നത്. അതെ അതെ. അല്ലു അർജുന്റെ ഒരു ഡയലോഗ് പറഞ്ഞാലോ പുഷ്പേല? ഓക്കെ. എനിക്ക് അർഹതപ്പെട്ട കാശ് അത് കാലാണയോ അരാണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നതാണ് പുഷ്പയുടെ പോളിസി. പുഷ്പ అంటే ഫ്ലവർ కాదు, వైల్డ్ ఫైర్. പുഷ്പ നാഷണൽ ആണെന്ന് കരുതിയോ? ഇന്റർനാഷണൽ. അസలు തഗ്യതില്ല. പുഷ്പ ഒരു പേരല്ല, ഒരു ബ്രാൻഡാടാ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത് അല്ലു അർജുൻ കാണട്ടെ, നേരിട്ട് കാണാൻ ഉള്ള ഒരു അവസരം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇനിയും ഒരുപാട് സിനിമകളിൽ കൂടി നമുക്ക് കാണാനും സാധിക്കട്ടെ. സിനിമ കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു. ഓക്കെ.